ഇന്നലെ കുറച്ച് പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് സ്റ്റാമ്പ് ഉണ്ടാക്കാം, ജേണലൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം ഒരു A4 ഒരു ബുക്കിൻ്റെ പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ നമ്മളെ സ്റ്റാമ്പിന് എത്ര ഒരു വീതി വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ 4 മടക്ക് മടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് നിങ്ങളെ പേപ്പർ എത്ര ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ച് ഇരിക്കട്ടോ നിങ്ങൾ മടക്കുന്ന രീതിയൊക്കെ. എന്നിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് താന്നിട്ടും ഒന്ന് പൊന്തിയിട്ടും അങ്ങനത്തെ ഉള്ള രീതിയിൽ കട്ട് ചെയ്യുക. ഞാനിത് ഇതിൽ കാണിക്കുന്നില്ലേ അതേപോലെ കട്ട് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇല്ലേ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ. അപ്പോൾ അങ്ങനെ കുറച്ച് പേപ്പേഴ്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു 4 മടക്കാണ് ഞാൻ മടക്കിയത്. അതുകൊണ്ട് തന്നെ 4 സ്റ്റാമ്പിന് വേണ്ടിയിട്ടുള്ള പേപ്പർ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ നോക്കാം. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മളെന്താ പറയുക സ്റ്റൈൽസിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒന്ന് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേപ്പറൊക്കെ ഉണ്ട്, സ്കെച്ചൊക്കെ വലിച്ച് വാരിയിട്ട് എന്തായാലും എനിക്ക് ചെയ്യണം. അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലോറിലൊക്കെ ഈ ഒരു സ്കെച്ചൊക്കെ ആവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഹൈലൈറ്റർ എടുത്തു, ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബോർഡർ ഫുള്ളും അങ്ങനെ ചുറ്റും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഹെലോ എന്നിട്ട് ജസ്റ്റ് ഒരു ബോ വരച്ചെടുത്തു. എന്നിട്ടൊരു ഗ്ലിറ്റർ പെന്നാണിത്, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കാം, ഒരു വല പോലൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഐറ്റം. ഇതിങ്ങനെ തുടരുത് കേട്ടോ. കാരണം ഞാനെടുത്ത ഗ്ലിറ്റർ പെൻ എന്താ വെച്ചാൽ അങ്ങനെ പരന്നു പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന്മേൽ കൈ വെച്ച് അതിങ്ങനെ പരന്നു പോകും. അപ്പോൾ അത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പർ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. സംഭവം എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഹെലോ എന്നുള്ളത് അത് എന്താണ് ഫോക്കസ് ആവുന്നില്ല കേട്ടോ ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെലോന്ന് ഓറഞ്ച് കളറായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ബോർഡറായിട്ട് ഹെലോ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നില്ലേ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാമ്പിൻ്റെ ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതൊരു റെഡ് കളറാക്കിയിട്ട് ഒരു തീം, അങ്ങനത്തെ ഒരു തീമിൽ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ബോർഡർ കൊടുത്തില്ലെങ്കിൽ എന്തോ പോലെയാണ്, എന്തോ ഒരു ഇതാണ്. എന്നിട്ട് ഇതേപോലെ നോക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രോബെറി തീം സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് ഒരു സ്ട്രോബെറി തീമാണ്. അപ്പോൾ ഇത് ഫുള്ളും സ്ട്രോബെറീസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് സ്റ്റാമ്പിൻ്റെ ഡിസൈൻ നോക്കാം. ഇതൊരു ഓറഞ്ച് കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓറഞ്ച് അതിൻ്റെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ലൈൻസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നത് റെഡ് സ്കെച്ച് കൊണ്ടാണ്. അപ്പോൾ ആ റെഡ് സ്കെച്ചിട്ട് അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ലവ് യുവർ സെൽഫ് എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ആ ഒരു സ്റ്റാമ്പിലുണ്ടെങ്കിൽ അതൊരു രസമാവും. അപ്പോൾ ആ ഒരു സ്റ്റാമ്പിൽ അങ്ങനത്തെ ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ബ്ലൂ കളറുള്ള സ്റ്റാമ്പ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറും ഞാൻ ഒരു സെൻറ്റൻസ് എഴുതുന്നുണ്ട്. ദ ഫോർഗെറ്റബിൾ അൺഫോർഗെറ്റബിൾ മൊമെൻറ്റ് അങ്ങനെ എന്തോ ആണ്. അല്ല ഇത് മെമ്മറി ഫോർ എവർ എന്നുള്ളതാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുള്ള. വേറെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു ബോയും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും കളർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലൂ തീമിലുള്ള ഒരു ഐറ്റം. പിന്നെ ഞാൻ യെല്ലോ കളറിൽ ബോർഡർ കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ആക്കി 2 ബോയൊക്കെ വരച്ച് ഫ്രണ്ട്സിന് എഴുതി കൊടുത്തു. എല്ലാം സിമ്പിളാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ സ്റ്റാമ്പ് എന്താണ് അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ക്യാമറ ഓഫാണെന്ന്, പക്ഷേ ക്യാമറ ഓണായിരുന്നു. അതാണിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെഡ് കളറുള്ള സ്റ്റാമ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാമ്പിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ ഇങ്ങനെ റെഡ് കളറായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചെടുക്കുക. പിന്നെ ഈ സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് വിൻറ്റേജ് തീമിലൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഞാൻ പിന്നെ അധികം വിൻറ്റേജ് ജേണൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ കവായി ജേണൽസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാമ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുരുകുരു പോലത്തെ സാധനങ്ങളൊക്കെ വരച്ചെടുക്കണം.
അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം വരച്ചെടുക്കാം കേട്ടോ. ഞാനത് അതൊക്കെ വരച്ചു. എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ ചെറിയസാക്കിയിട്ട് അതിൻ്റെ 2 കൊമ്പൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റെയിനി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ തീമിൽ ചെയ്യാം. എനിക്ക് ബ്ലൂ തന്നെ മനസ്സിൽ നിന്നിട്ട് ബ്ലൂ ആലോചിക്കുമ്പോൾ റെയിനും ഓഷനൊക്കെയാണ് വരുന്നത്. ഓഷൻ എന്തായാലും എനിക്ക് വരച്ചാൽ ഒക്കില്ല. അതുകൊണ്ട് തന്നെ റെയിനി ഡേയ്സ് എഴുതിയിട്ടുള്ള ഒരു സെൻറ്റൻസ് എഴുതി. പിന്നെ ലാസ്റ്റ് ഹണി ബീന്നും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഹണി ബീ എന്ന് വെച്ചാൽ ഈ ഒരു യെല്ലോക്ക് ഞാൻ ഹണി ബീ ആണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ജേർണലിലുള്ള സ്റ്റാമ്പ് ജേർണലിന് വേണ്ടിയുള്ള സ്റ്റാമ്പ്. അപ്പോൾ ഇത് ഞാനൊരു ഓറഞ്ച് തീമിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഹെയർ ബോ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഹൈലൈറ്ററായിട്ടാണ് വരയ്ക്കുന്നത്. ഓറഞ്ച് സ്കെച്ച് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ, എവിടെ കേടായിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ഗ്ലിറ്റർ പെൻ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഫുള്ളും ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ തിളങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങളിപ്പോൾ കാണാത്താണ്, ഞാൻ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ലവ് യുവർ സെൽഫ് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. എഴുതും കുറച്ച് ഭംഗിയിലൊക്കെ എഴുതും. ഞാൻ ഇപ്പോൾ ഒരു കലക്കിക്കുളത്ത് എന്തൊരു സംഭവമായിട്ടുണ്ട്, എന്തോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് തീമിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ റെഡ് തീമിൽ ഞാൻ ഹലോ ഫ്രണ്ട്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അത് എഴുതി കൊടുത്തു. ഇങ്ങനെ സെൻറ്റൻസാണ് ഞാൻ കൂടുതൽ സ്റ്റാമ്പിലൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ സെൻറ്റൻസുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു ജേർണൽ ചെയ്യുമ്പോൾ അതിലൊരു സെൻറ്റൻസ് വരികയാണെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെൻറ്റൻസൊക്കെ എഴുതുന്നത്. പിന്നെ സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പെന്നായിട്ട് എഴുതാം, കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് കവായി ജേർണൽ ഒരു കവായി തീമിലൊക്കെ കണ്ട് വരട്ടെ വിചാരിച്ചിട്ടാണ് സ്കെച്ച് ആയിട്ട് എഴുതുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് തീമിൽ ചെയ്യാം. ഞാൻ എഴുതിയ ഹെലോൻ്റെ സ്പെല്ലിങ് തെറ്റാണ് കേട്ടോ. ഞാനൊരു W വെറുതെ ഇട്ട് കൊടുത്തു, എന്തിനാണെന്ന് എനിക്കും അറിയില്ല. നമുക്കൊരു ബ്ലൂ തീമിലുള്ള സ്റ്റാമ്പ് ഉണ്ടാക്കാം. ഇത് അൺഫോർഗറ്റബിൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റാമ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലൂ തീമിലുള്ള ഒരു സ്റ്റാമ്പ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റാമ്പ് ഇതൊക്കെയാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട, ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. ബൈ ബൈ.